call is now being recorded. Okay. Yes, good evening to all of you. Good evening, sir. Okay then. Second. ഓക്കെ, അപ്പോ നമുക്ക് ഞാൻ കുറച്ച് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോണത്. അതായത് മുൻകാലങ്ങളിൽ PSCക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ. അത് സാധാരണ പോലെ നമ്മൾ സിനണിംസ് അതുപോലെ ആന്റണിംസ് ആദ്യം നമുക്ക് തരാം. പക്ഷെ ഇതൊരു വേറിട്ട രീതിയിലാണ് തരണത്. ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വേണ്ട, അവര് ഫൈൻഡ് ദ സിനണിം ഓഫ് ദ ഗിവൺ വേർഡ്. നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് തരണത് എങ്ങനെയാണ്? ഒരു വേർഡ് തരും. ആ വേർഡിന് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അതിൽ ശരിയായ സിനണിം ഏതാണെന്ന് നിങ്ങൾ പറയണം. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് അതിന് ശരിയായ ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കുറച്ചുകൂടി നല്ലൊരു മെത്തേഡാണ്. കുറച്ച് വേർഡ്സ് ഇതിനകം നമുക്ക് പഠിക്കാൻ കഴിയും. യെസ്, അത് ഫസ്റ്റ് വേർഡ് ഇതാണ്, ക്യുവർ. QUIVER. QUIVER. ഈ ക്യുവർ എന്ന വാക്കിന്റെ മീനിങ് അത് ഒരു വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ക്രിയയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് വിറയ്ക്കുക അല്ലെങ്കിൽ ഇളകുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ട്രംബിൾ സ്ലൈറ്റ്ലി. ഇതാണ്. അത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ മീനിങ് വിറയ്ക്കുക അല്ലെങ്കിൽ ഇളകുക എന്നൊക്കെ അർത്ഥം വരുന്നത്. ഷിവർ. SHIVER. ഷിവർ. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻ വായിച്ചു നോക്കാം. ഒന്ന് ക്ലവർ, അതല്ല, അത് ബുദ്ധിയുള്ള. പൊളൈറ്റ്, എളിമയായ. പിന്നെ ഫാസ്റ്റ്, അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ട. നെക്സ്റ്റ് ഷിവർ. SHIVER. ഷിവർ. ഷിവർ എന്ന് പറഞ്ഞാൽ നടുങ്ങുക അല്ലെങ്കിൽ വിറയ്ക്കുക. അപ്പൊ ക്യുവർ എന്നുള്ളതിന്റെ ശരിയായ ഓപ്ഷൻ D ആണ്. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ക്യുവർ എന്ന വാക്ക് വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ മീനിങ് വിറയ്ക്കുക അല്ലെങ്കിൽ ഇളകുക എന്നർത്ഥം കിട്ടുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ട്രംബിൾ സ്ലൈറ്റ്ലി. പിന്നെ ഈ വാക്ക് നൗൺ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ബട്ട് വെൻ ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ നൗൺ ഇറ്റ് മീൻസ് എ ഷീറ്റ് ഫോർ ക്യാരിയിങ് ആരോസ്. അതായത് അമ്പ് വഹിച്ചു കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന അമ്പിന്റെ ഉറയെ നമുക്ക് ഷീത്ത് എന്ന് പറയാം. ആവനാഴി എന്ന് നല്ല മലയാളത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ ഒരു മീനിങ് കൂടി അതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്ത ഒരു വേർഡ് ഇതാണ്, ഹേറ്റ്രഡ്. HATRED. ഇത് PSC LDCക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. ഹേറ്റ്രഡ് എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ്, പക. എക്സ്ട്രീം ഡിസ്ലൈക്ക്. വെറുപ്പ്. എക്സ്ട്രീം ഡിസ്ലൈക്ക്, അതായത് കൊടിയ വൈരാഗ്യം, കൊടിയ വെറുപ്പ്. അതിനെയാണ് നമ്മൾ ഹേറ്റ്രഡ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സാധാരണ വെറുപ്പാണെങ്കിൽ നമ്മൾ ഹെയ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹേറ്റ്രഡ് എന്ന് പറഞ്ഞാൽ കൊടിയ വിരോധം അല്ലെങ്കിൽ കൊടിയ വെറുപ്പ്. അതിന്റെ സിനണിം 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് കൺസേർട്ട്. CONCERT. കൺസേർട്ട്. ആ വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമോ? കൺസേർട്ട് മീൻസ് സംഗീത കച്ചേരി അല്ലെങ്കിൽ ഗാനമേള, മ്യൂസിക്കൽ എന്റർടൈൻമെന്റ്. ഇപ്പൊ ഹേറ്റ്രഡിന്റെ സിനണിം അതല്ല. നെക്സ്റ്റ് കണ്ടംപ്റ്റ്. CONTEMPT.
കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുപ്പ് അല്ലെങ്കിൽ നിന്ന, പുച്ഛം, അത് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് മീൻസ് വെറുപ്പ് അല്ലെങ്കിൽ നിന്ന, പുച്ഛം. സ്കോൺ എന്ന നല്ലൊരു വേർഡ് കൂടി അതിന് ഇതായിട്ട് പറയാം. SCORN, സ്കോൺ. ഓപ്ഷൻ സി കോൺസെപ്റ്റ്, CONCEPT, കോൺസെപ്റ്റ്. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോൺസെപ്റ്റ് സങ്കല്പം അല്ലെങ്കിൽ ചിന്താഗതി, അഭിപ്രായം ഒക്കെയാണ് അതിന്റെ ആ വേർഡിന്റെ മീനിങ്. ഓപ്ഷൻ ഡി ആക്സെപ്റ്റ്, ACCEPT. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. അപ്പൊ ഹേറ്റ്രഡ് എന്നുള്ള വാക്കിന്റെ സിനണിം ഏതായിരിക്കും? കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് ആണ് അതിന്റെ ഹേറ്റ്രഡിന്റെ സിനണിം. അപ്പൊ ഓക്കെ, തേർഡ് വൺ ഇതാണ്, ബാഫിൾഡ്, BAFFLED. BAFFLED, ബാഫിൾഡ്. ബാഫിൾഡ് എന്ന് പറഞ്ഞാൽ കുഴങ്ങി മറിഞ്ഞ അല്ലെങ്കിൽ കുഴങ്ങിയ, ഭഗ്നാശയമായ. നല്ല മലയാളം അതാണ്. ഫ്രസ്ട്രേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ബാഫിൾഡ് എന്ന് പറഞ്ഞാൽ കുഴങ്ങിയ. He is baffled at that question. അപ്പൊ ബാഫിൾഡ് അതിന്റെ സിനണിം ഒന്ന്, ഓപ്ഷൻ എ കോൺഫിഡൻസ്, CONFIDENT. അത് നിങ്ങൾക്കറിയാം. You are familiar with that word, confident, ആത്മവിശ്വാസമുള്ള, അല്ലെ? നെക്സ്റ്റ് ഷിജിൻ വർഗീസ്, ബാഫിൾഡ് എന്ന് പറഞ്ഞാൽ അമ്പരന്ന എന്നാണ് നമ്മൾ പറയേണ്ടത്, അമ്പരന്നു എന്നല്ല. ബാഫിൾഡ് എന്ന വാക്ക് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ബി ബിഗ് ഫൈറ്റ്, അതായത് വലിയ ഒരു പോരാട്ടം, അതല്ല. നെക്സ്റ്റ് ഓപ്ഷൻ സി കൺഫ്യൂസ്ഡ്, CONFUSED, കൺഫ്യൂസ്ഡ്. കൺഫ്യൂസ് അല്ല, കൺഫ്യൂസ്ഡ്. നോക്ക, നിങ്ങൾക്ക് തന്നിട്ടുള്ള വേർഡ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ അതിന്റെ ആൻസറും അഡ്ജക്റ്റീവ് ആയിരിക്കും. ആരോ കൺഫ്യൂസ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ബട്ട് ഇവിടെ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവായി ആശയക്കുഴപ്പം നിറഞ്ഞ എന്നാണ് അതിന്റെ അർത്ഥം. ഓപ്ഷൻ ഡി സർക്കാസ്റ്റിക്, നല്ല ഒരു വേർഡാണ്. SARCASTIC. SARCASTIC. സർക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ രൂക്ഷ പരിഹാസം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ രൂക്ഷമായിട്ട് പരിഹസിക്കുന്ന. സർക്കാസം എന്ന ഒരു വേർഡ് ഉണ്ട്, SARCASM, സർക്കാസം, അതായത് രൂക്ഷമായിട്ടുള്ള പരിഹാസം. അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വേർഡാണ് സർക്കാസ്റ്റിക്. അത് അഡ്ജക്റ്റീവാണ്, ഒരു നാമവിശേഷണമാണ്. അപ്പൊ ബാഫിൾഡ് എന്ന വാക്കിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? Which will be the most suitable word? Confused. Confused. Okay. Next, illegitimate. Illegitimate. ILLEGITIMAT. ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിയമാനുസൃതമല്ലാത്ത അല്ലെങ്കിൽ നിയമവിരുദ്ധമായ, ക്രമവിരുദ്ധമായ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഒരു ക്രമമില്ല, നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളത്, നിയമാനുസാരമല്ലാത്ത, നോട്ട് ഓതറൈസ്ഡ് ബൈ ലോ, അതായത് നിയമം അംഗീകരിക്കാത്ത എന്നാണ് ആ വാക്കിന്റെ ലിറ്ററൽ മീനിങ്. പക്ഷേ ഈ വാക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അവിവാഹിതരായ മാതാപിതാക്കൾക്ക് പിറന്ന എന്നാണ് ആ വാക്കിന്റെ മറ്റൊരു മീനിങ്. ഇല്ലിജിറ്റിമേറ്റ് ചൈൽഡ്. അപ്പൊ നിങ്ങള് നിയമാനുസൃതമല്ലാത്ത എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. അതിന്റെ 4 ഓപ്ഷൻ പറയാം. ഒന്ന് അൺനാച്ചുറൽ. അൺനാച്ചുറൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നോട്ട് നാച്ചുറൽ, അസ്വാഭാവികമായ.
അല്ലെ? ഓപ്ഷൻ ബി ഇല്ലീഗൽ, ILLEGAL, ഇല്ലീഗൽ. ആ വേർഡും നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഇല്ലീഗൽ, നോട്ട് ലീഗൽ, അതായത് നിയമവിരുദ്ധമായ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ സി impertinent, 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 impertinent. നല്ലൊരു വേർഡാണ്. ഇംപെർട്ടിനന്റ് എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ അല്ലെങ്കിൽ ഗർഭിതമായ, അഹങ്കാരം നിറഞ്ഞ. അതിന് പല മീനിങ് ഉണ്ട്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഗർവ് കാണിക്കുന്ന അല്ലെങ്കിൽ നിന്ദിക്കുന്ന എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ഇറഗുലർ, റെഗുലർ അല്ലാത്ത, നമുക്കറിയാം. അപ്പോ ഇല്ലിജിറ്റിമേറ്റ് എന്ന വേർഡിന്റെ സിനണിം ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഇല്ലീഗൽ ആണ് ശരിയായ ഉത്തരം. ഇല്ലീഗൽ. ഈ ഓപ്ഷൻ ഇതുപോലെ നിങ്ങൾക്ക് തരുന്നത്, ആ ഓപ്ഷനിൽ ഉപയോഗിക്കുന്ന ഓരോ വേർഡും അതുവഴി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതാണ് ഈ രീതിയുടെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഗുണം ചെയ്യത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് overjoyed. ജോയ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സന്തോഷം എന്നും, വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സന്തോഷിക്കുക എന്നാണ്. ബട്ട് ഇവിടെ ഓവർജോയ്ഡ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം കൊണ്ട് നിറഞ്ഞ, ഫിൽഡ് വിത്ത് ഗ്രേറ്റ് ജോയ്, അതായത് അമിതമായിട്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ ആ അവസ്ഥയാണ് ഓവർജോയ്ഡ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയണത്. അപ്പോ അതിന്റെ ഓപ്ഷൻ ഒന്ന് ഫെലിസിറ്റി. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഫെസിലിറ്റി അല്ല, ഫെലിസിറ്റി, FELICITY. നോക്കാം, ഫെലിസിറ്റി എന്നാണ് ആ വാക്കിന്റെ ഉച്ചാരണം. അതിന്റെ സ്പെല്ലിംഗ് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഫെസിലിറ്റിയും ഫെലിസിറ്റിയും തമ്മിൽ മാറിപ്പോകരുത്. ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സൗകര്യം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഫെലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദം അല്ലെങ്കിൽ ഇന്റൻസ് ജോയ്. നോക്കാം, നമുക്ക് തന്നിട്ടുള്ള വാക്ക് ഓവർജോയ്ഡ് എന്ന വേർഡാണ്, അത് അഡ്ജക്റ്റീവാണ്. ബട്ട് ഫെലിസിറ്റി എന്ന വേർഡ് നൗൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഓവർജോയ്ഡ് എന്നുള്ളതിന്റെ സിനണിമായി ഫെലിസിറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റൊന്ന് ഓപ്ഷൻ ബി ഹാപ്പി. അതും അഡ്ജക്റ്റീവാണ്, പക്ഷെ അത് അമിതമായ സന്തോഷമുള്ള എന്നർത്ഥം ആ വാക്കിനില്ല. നെക്സ്റ്റ് ഓപ്ഷൻ സി നല്ല ഒരു വേർഡാണ്, ജൂബിലന്റ്, JUBILANT. ജൂബിലന്റ് എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചാടുന്ന അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് തിമിർക്കുന്ന, ജൂബിലന്റ്. റിജോയ്സിങ് എന്ന മറ്റൊരു വേർഡ് കൂടി നമുക്ക് അതിന് ഇംഗ്ലീഷിൽ പറയാവുന്നതാണ്. ഓപ്ഷൻ ഡി നോവിസ്, NOVIC, നോവിസ്. നോവിസ് മീൻസ് an inexperienced person. അനുഭവ സമ്പത്തില്ലാത്ത ആളെയാണ് നമ്മൾ നോവിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനഭ്യസ്തൻ. അപ്പൊ ഇവിടെ ഓവർജോയ്ഡ് എന്നുള്ളതിന്റെ സിനണിം ജൂബിലന്റ് എന്ന വേർഡാണ്. ഇപ്പൊ വിട്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് ഓടിച്ചൊന്നുകൂടി പറഞ്ഞേക്കാം. ക്യുവർ സിനണിമാണ് ഷിവർ. ഹേറ്റ്രഡ് അതിന്റെ സിനണിം കണ്ടംപ്റ്റ്. ബാഫിൾഡ് അതിന്റെ സിനണിം കൺഫ്യൂസ്ഡ്. ഇല്ലിജിറ്റിമേറ്റ് അതിന്റെ സിനണിം ഇല്ലീഗൽ. ഓവർജോയ്ഡ്, jubilant. Okay, clear? Then next
we come to the next point, that is antonyms. ചോദ്യം ഇതുപോലെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വായിക്കാം. ഫൈൻഡ് ദ ആന്റണിം ഓഫ് ദ ഗിവൺ വേർഡ്. ഇതുപോലെ ഒരു വാക്ക് തരും, അതിന്റെ ആന്റണിം ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. ആ വേർഡിന്റെ മീനിങ് അറിയാണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, തന്നിട്ടുള്ള വേർഡിന്റെ. അതിൽ ആദ്യത്തെ വേർഡ് ഇതാണ്, ഡിമിനിഷ്. ഡിമിനിഷ്, DIMINISH. ഡിമിനിഷ്. ഈ ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ മേക്ക് ഓർ ബിക്കം ലെസ്, കുറയുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ കുറയ്ക്കുക എന്ന അർത്ഥവും കൂടി അതിനുണ്ട്. കുറയുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ഒന്ന്, ഓപ്ഷൻ എ, ഇൻക്രീസ്. INCREASE. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക. അപ്പൊ ഡിമിനിഷിന്റെ 4 ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ പറയാൻ. ഓപ്ഷൻ ബി, ഇംപ്രൂവ്, പുരോഗമിക്കുക. ഓപ്ഷൻ സി, ഇൻട്രൊഡ്യൂസ്. ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്. അവതരിപ്പിക്കുക എന്നർത്ഥമുണ്ട്, പരിചയപ്പെടുത്തുക എന്നർത്ഥമുണ്ട്, വിപണിയിൽ കൊണ്ടുവരിക, അങ്ങനെ പല മീനിങ് ഉണ്ട്. ഡിഫറെന്റ് ലെവൽസ് ഓഫ് മീനിങ് ദാറ്റ് വേർഡ് ഹാസ്. ഓപ്ഷൻ ഡി നോക്കാം, ഡിക്രീസ്. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയുക. ഇപ്പൊ ഡിമിനിഷിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഇൻക്രീസ്. ഇൻക്രീസ്. ഇപ്പൊ നോക്കാം, ഇപ്പൊ ഡിമിനിഷ് എന്ന് പറഞ്ഞ വേർഡിന് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കി, ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് ആൻസർ കിട്ടി. പക്ഷെ അപ്പൊ നിങ്ങൾ ആൻസർ എടുത്ത് എഴുതരുത്, 4 ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട് ആ ആൻസർ എഴുതാവൂ. കാരണം ഇൻക്രീസ് എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് അടുത്ത ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ശരിയായ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വേർഡ് ഇതാണ്, അഡപ്റ്റ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ADEPT. അതിന്റെ ഉച്ചാരണം അഡപ്റ്റ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ വെൽ സ്കിൽഡ് അല്ലെങ്കിൽ പ്രാവീണ്യമുള്ള, നിപുണനായ. ഈ അഡപ്റ്റുമായി നമുക്ക് സാദൃശ്യം തോന്നുന്ന 2 വേർഡ്സ് വേറെയുണ്ട്. ഒന്ന് അഡാപ്റ്റ്, ADAPT, അഡാപ്റ്റ്. മറ്റൊന്ന് അഡോപ്റ്റ്, ADOPT. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക, മേക്ക് സംതിങ് സ്യൂട്ടബിൾ ഫോർ എ പർപ്പസ്. പൊരുത്തപ്പെടുക. So we have to adapt ourselves to the changing circumstances. We have to adapt ourselves to the changing circumstances. അതായത് അതിന്റെ മീനിങ്, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് നാം അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നാം പൊരുത്തപ്പെടണം. ആ അഡാപ്റ്റിന്റെ മീനിങ് അതാണ്. ഇനി അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ADOPT. അഡോപ്റ്റിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് സ്വീകരിക്കുക, മറ്റൊന്ന് ദത്തെടുക്കുക. അല്ല, ഞാൻ അഡപ്റ്റ് പറഞ്ഞപ്പോ അതിന്റെ കൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. കൺഫ്യൂസിങ് വേർഡ്സ് എന്ന ഭാഗത്ത് ചിലപ്പോ അത് നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പൊ അഡപ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ നിപുണനായ. അതിന്റെ ഓപ്പോസിറ്റ് ഇനപ്റ്റ്, INEPT. ബാക്കി തന്നിട്ടുള്ള 3 ഓപ്ഷനും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള വേർഡ്സ് ഇംഗ്ലീഷിലില്ല. കണ്ട, ഇൻഡപ്റ്റ്, അൺഡപ്റ്റ്, ഡിസ്ഡപ്റ്റ്. അപ്പൊ അഡപ്റ്റ് അതിന്റെ സിനണിം ഇനപ്റ്റ്, INEPT, ഇനപ്റ്റ്. ഓക്കെ, അടുത്തത് തേർഡ് വൺ, ക്ലിയർ. CLEA ആണ്. ക്ലിയർ നമുക്കറിയാവുന്നതാണ്, വ്യക്തമായ എന്നാണ് അതിന്റെ മീനിങ്. പക്ഷെ അത് നിസ്സാരമായിട്ടുള്ളൊരു വേർഡായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഓപ്ഷനിൽ തന്ന വാക്കുകൾ നോക്കാം. ചിലപ്പോൾ ആ വാക്കുകളുടെ മീനിങ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തായിരിക്കാം. ഇപ്പൊ ക്ലിയർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? 4 ഓപ്ഷൻ വായിക്കാം. ഒന്ന്
VOGUE, വോഗ് എന്നാണ് അതിന്റെ ഉച്ചാരണം. വോഗ്, VOGUE. VOGUE, വോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നാട്ടുനടപ്പ് അല്ലെങ്കിൽ കീഴ്വഴക്കം, ഒരു നാട്ടിൽ നിലനിൽക്കുന്ന ആചാരം അല്ലെങ്കിൽ സമ്പ്രദായം. The prevalent or current fashion or trend. അതിനെയാണ് വോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം എന്നായിരിക്കും അത്. ഓപ്ഷൻ ബി വിവിഡ്, VIVID, വിവിഡ്. വിവിഡ് എന്ന് പറഞ്ഞാൽ നിറങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വശ്യമായ, അതുപോലെ വെട്ടിത്തിളങ്ങുന്ന എന്നൊക്കെയാണ് ആ വിവിധ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ സി ഒബീവിയസ്, OBVIOUS, OBVIOUS, ഒബീവിയസ്. ഒബീവിയസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ, വ്യക്തമായ. ഓപ്ഷൻ ഡി നോക്കാം, VAGUE, VAGUE, വെയ്ഗ് എന്നാണ് അതിന്റെ ഉച്ചാരണം. നമ്മൾ ആദ്യം കണ്ടത് വോഗ് എന്നും, ഓപ്ഷൻ ഡി വെയ്ഗ്, VAGUE. വെയ്ഗ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായ, ഇൻഡിസ്റ്റിങ്ക്ട്. VAGUE, സുരഭി. അതിന്റെ മീനിങ് കൂടി മനസ്സിലാക്കണം. ഇൻഡിസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ അവ്യക്തമായ, വ്യക്തതയില്ലാത്ത. ഇപ്പൊ ക്ലിയർ, അതിന്റെ ഓപ്പോസിറ്റ് വെയ്ഗ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് വേർഡ് ഇതാണ്, സ്റ്റേൺ, STERN. സ്റ്റേൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അയാൾ ഒരു സ്റ്റേൺ ഡിസിഷൻ എടുത്തു, അതായത് ദൃഢമായ ഒരു തീരുമാനം. ദൃഢമായ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കടുപ്പമുള്ള അല്ലെങ്കിൽ പരുഷമായ എന്നൊക്കെ ആ വാക്കിനർത്ഥമുണ്ട്. അതിന്റെ 4 ഓപ്ഷൻ വായിക്കുക, അതിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് പറയാൻ ശ്രമിക്കുക. ഒന്ന് ഫ്ലിൻറ്റി, FLINTY. ഓക്കെ, ഫ്ലിൻറ്റി എന്ന് പറഞ്ഞാൽ ഹാർഡ് എന്നാണ് അതിന്റെ അർത്ഥം. അത് അഡ്ജക്റ്റീവാണ്, കഠിനമായ. ഫ്ലിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓർ കൈൻഡ് ഓഫ് ഹാർഡ് സ്റ്റോൺ. അപ്പൊ അതുപോലെ കഠിനമായ, അതിനാണ് ഫ്ലിൻറ്റി എന്ന് പറയുന്നത്. കഠിനമായ എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്ന് ഓപ്ഷൻ ബി ലിബർട്ടി, LIBERTY, ലിബർട്ടി, സ്വാതന്ത്ര്യം. അപ്പൊ അതുമല്ല. ഓപ്ഷൻ സി ഇമോഷണൽ, EMOTIONAL, ഇമോഷണൽ. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ വൈകാരികമായ, അല്ലേ? അപ്പൊ അതുമല്ല. ഓപ്ഷൻ ഡി വികാരപരമായ. ഓപ്ഷൻ ഡി ലീനിയൻസ്, LENIENT. LENIENT. ലീനിയന്റ് എന്ന് പറഞ്ഞാൽ സൗമ്യമായ. അതിന്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കണം. അതായത് കർക്കശമില്ലാത്ത, നോട്ട് സിവിയർ. ഓക്കെ, അടുത്തത് ഫിഫ്ത് വേർഡ് ഇതാണ്, ആങ്ക്വിഷ്, ANGUISH. ആങ്ക്വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ എക്സ്ട്രീം പെയിൻ ഓർ ആഗണി, തീവ്രമായ വേദന, കഠിനമായ വേദനയാണ് നമ്മൾ ആങ്ക്വിഷ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ്
ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് ആങ്കർ. ആങ്കർ അല്ല, ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം. ഗ്ലൂമി, GLOOMY. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ മ്ലാനമായ അല്ലെങ്കിൽ ഗൂഢമായ. അതുമല്ല. മറ്റൊന്ന് റിലീഫ്, RELIEF. റിലീഫ്, ആശ്വാസം. അതുമല്ല. ഓപ്ഷൻ ഡി, ജോയ്. ജോയ്, ഉല്ലാസം അല്ലെങ്കിൽ വിവിഡ് ഇമോഷൻ ഓഫ് പ്ലഷർ. ആംഗ്വിഷ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള വേദന. അതിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഈ 4 ഓപ്ഷനില് തീവ്രമായിട്ടുള്ള സന്തോഷം ഏതാണ്? ജോയ് അല്ലേ? അപ്പൊ അത് നമുക്ക് ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഡിമിനിഷ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻക്രീസ്. അഡപ്റ്റ് ഓപ്പോസിറ്റ് ഇനപ്റ്റ്. ക്ലിയർ ഓപ്പോസിറ്റ് വെയ്ഗ്. സ്റ്റേൺ, STERN, സ്റ്റേൺ ഓപ്പോസിറ്റ് ലിനിയന്റ്. ആംഗ്വിഷ്, ജോയ്. നോക്കാം, അടുത്തത് നോക്കാം. ഈ കൺജങ്ഷൻസ് എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് ഏതാനും കുറച്ചൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ ഇന്നും നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ ഉചിതമായ ആൻസർ പറയാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഇതാണ്. ഹി ഈസ് വെരി റിച്ച് ഡാഷ് ഹി ഈസ് അൺഹാപ്പി. ഹി ഈസ് വെരി റിച്ച്, അയാൾ വളരെ സമ്പന്നനാണ്. ഹി ഈസ് അൺഹാപ്പി, എന്നാൽ അയാൾ സന്തോഷമില്ലാത്തയാളാണ്. ഇവിടെ നമുക്ക് 4 കൺജങ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ബട്ട് ആൻഡ് ഫോർ ബോത്ത്. ഇതിലേത് ഉപയോഗിക്കും? ബട്ട്. ഉണ്ടാവും. അതായത് ഒരു കാര്യത്തിന് വിപരീതമായ കാര്യം അവതരിപ്പിക്കാനാണ് ബട്ട് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. ഹി ഈസ് വെരി റിച്ച് ബട്ട് ഹി ഈസ് അൺഹാപ്പി. നെക്സ്റ്റ്, there is no doubt. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. there is no doubt. അവിടെ ഒരു സംശയവുമില്ല. ഡാഷ് the earth is round. ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന്, അതിന് ആ അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഇതിൽ ഏതായിരിക്കണം? ആസ് എന്ന് ഉപയോഗിക്കും. ദാറ്റ്, ഫോർ, ദാൻ. നിങ്ങൾ ആ വാക്യത്തിൽ ഇത് ഓരോന്നും അട്രിബ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഏകദേശം അർത്ഥം കിട്ടും. അതായിരിക്കും ശരിക്കും എന്റെ ആൻസർ. there is no doubt that the earth is round. എന്താ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. നെക്സ്റ്റ്, അടുത്തത്. I wonder dash he will come. I wonder dash he will come. അവിടെ നിങ്ങൾ ഇഫ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുക. ഐ വണ്ടർ ഇഫ് ഹി വിൽ കം. ശരിയാണോ? ഇഫ് എന്ന് ഉപയോഗിച്ചാൽ ശരിയാണ്. ഐ വണ്ടർ വെൻ ഹി വിൽ കം. അവൻ എപ്പോൾ വരും എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അതും ശരിയാണ്. പിന്നെ ഓപ്ഷൻ സി ഇവിടെ തന്നിട്ടുള്ളത് എ ആൻഡ് ബി എന്ന് തന്നിട്ടുള്ളത്. എയും ബിയും ശരിയാണോ? ഓപ്ഷൻ ഡി, വാട്ട്. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? എ ആൻഡ് ബി അല്ലേ? ഐ വണ്ടർ എ ആൻഡ് ബി ആണ്. ഈ മോഡലിലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എ ആൻഡ് ബി, വെൻ എന്നും ഇഫ് എന്നും നമുക്ക് ഉപയോഗിച്ചാൽ അതിന് ഈ 2 കൺജങ്ഷൻസ് ഉപയോഗിച്ചാലും അതിന് തൃപ്തികരമായ ഒരു അർത്ഥം ആ വാക്യത്തിന് ലഭിക്കുന്നുണ്ട്. നോക്കാം, അടുത്തത്.
ഹീസ് വിറ്റി. ഹീസ് വിറ്റി. അവൻ വളരെ വിറ്റിയായിട്ടുള്ള ഒരാളാണ്, അതായത് തമാശ പറയുന്ന ആളാണ്. ഡാഷ് വൾഗർ, എന്നാൽ വൃത്തികെട്ടവനാണ്. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്താണ്? ബട്ട്, ആൻഡ്, ഓർ, ബോത്ത്. ഏത് ഉപയോഗിക്കും? ഹീസ് വിറ്റി, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അതിന് നേരെ വിപരീതമായ കാര്യമാണ് വൾഗർ ആണെന്ന് പറയുന്നത്. രണ്ട് വിപരീത പരാമർശങ്ങൾ അവതരിപ്പിക്കാൻ ബട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? ഹീസ് വിറ്റി ബട്ട് വൾഗർ. നോക്കാം, അടുത്ത് നോക്കാം. പ്ലീസ് റൈറ്റ്. പ്ലീസ് റൈറ്റ് ഡാഷ് ഐ ആം ഡിക്റ്റേറ്റിംഗ്. ഡിക്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുക എന്നാണ് അവിടുത്തെ മീനിങ്. ഞാൻ പറയുമ്പോൾ എഴുതുക. നിങ്ങൾ പ്ലീസ് എഴുതുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ ഏത് വേർഡ് ഉപയോഗിക്കും? പ്ലീസ് റൈറ്റ് ഫോർ എന്ന് ഉപയോഗിക്കുക. ഫോർ ഐ ആം ഡിക്റ്റേറ്റിംഗ്, വൈൽ ഐ ആം ഡിക്റ്റേറ്റിംഗ്, ഓർ സോ. ഏതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്? വൈൽ. വൈൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. വൈലിന് ശേഷം കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഒന്നില്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി സാധാരണയായിട്ട് മറ്റൊരു രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യം പറയാം. ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാവും. അതില് എ ബി സി ഡി എന്ന് പറഞ്ഞ 4 സ്ലാഷ് ഇട്ടിട്ട് 4 ഭാഗം തന്നിട്ടുണ്ടാവും. എന്റെ ചോദ്യം ഇതാണ്: ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ദ മിസ്റ്റേക്ക്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ദ മിസ്റ്റേക്ക്? ഈ സെന്റൻസിന്റെ ഏത് ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉള്ളത്? ഈ ചോദ്യം സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. പലരും അത് തെറ്റിക്കാറുണ്ട്. ഇതിന് നിങ്ങൾ ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻസ്, അതുപോലെ മിക്കവാറും ഇംഗ്ലീഷിലെ പ്രയോഗങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫ്യൂ മണി എന്ന് എഴുതിയിരിക്കണം. ദ ഫ്യൂ മണി സ്ലാഷ് പിന്നെ ബി എന്ന് എഴുതിയിട്ട് he inherited C has already been wasted. അപ്പൊ നിങ്ങൾ ഈ വാക്യം ഇങ്ങനെ വായിച്ചു നോക്കണം. എന്നിട്ട് എവിടെയാണ് മിസ്റ്റേക്ക്? എയും ബിയും സിയും ഡിയും ഒന്നും ആദ്യം നോക്കണ്ട. സെന്റൻസ് ആദ്യം കൂട്ടി വായിക്കാം. ആ സെന്റൻസ് ഞാനൊന്ന് നിങ്ങളോട് കൂട്ടി വായിക്കാം. ദ ഫ്യൂ മണി he inherited. The few money he inherited has already been wasted. അതായത് അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം, ആ കുറച്ച് പണം ഇതിനകം തന്നെ വേസ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവൻ ദൂർത്തരിച്ചു. ഇതിൽ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക്? അതായത് ആദ്യത്തെ ഭാഗമായ എ എന്ന ഫ്യൂ മണി, അവിടെയാണ് തെറ്റ്. കാരണം എന്താ? മണി എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം ഫ്യൂ എന്നോ ഫ്യൂ എന്നോ ദ ഫ്യൂ എന്നോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പകരം ലിറ്റിൽ, ദ ലിറ്റിൽ മണി എന്നായിരുന്നെങ്കിൽ ഈ സെന്റൻസ് കറക്റ്റ് ആയേനെ. ഇത് അല്പം ടഫായിട്ടുള്ള ഒന്നാണ്. ഇതാദ്യം കുറച്ച് പറയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത നോക്കിയേ. The thief together with his accomplices. The thief together with his accomplices have broken into the strong room. Have broken into the strong room. ഇതില് ഏത് ഭാഗത്താണ് തെറ്റ് എന്നാണ് ചോദ്യം. തെറ്റ് ഞാൻ നിങ്ങളോട് പറയാം.
The thief together with his accomplice. Together with-ന് ശേഷം നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിക്കാവൂ. അതായത് ഹാവ് ബ്രോക്കൺ എന്നുള്ളതിന് പകരം ഹാസ് ബ്രോക്കൺ എന്നാക്കി മാറ്റണം. അപ്പൊ ആ വാക്യം എഴുതുമ്പോ എങ്ങനെയാവും? The thief together with his accomplice has broken into the strong room. അതെ, ഹാസ് എന്ന് വരണം. ഉണ്ടോ? അതുപോലെ പല പ്രയോഗങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആസ് വെൽ ആസിന്റെ പ്രയോഗം പറഞ്ഞിട്ടില്ലേ? ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ട് സബ്ജക്ട്സിനെ തമ്മിൽ ആസ് വെൽ ആസ് ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ആസ് വെൽ ആസിന് തൊട്ട് മുമ്പുള്ള സബ്ജക്ട് ഏതാണോ? പറയാം, നോക്കാം, ഞാൻ പറയണം. ആ എക്സാമ്പിൾ നിങ്ങളോട്. ആസ് വെൽ ആസിന് തൊട്ട് മുൻപുള്ള സബ്ജക്ട് ഏതാണോ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. ഞാൻ എക്സാമ്പിൾ പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നോക്കാം. The headmaster as well as the teachers. നോക്കൂ, the headmaster as well as the teachers. As well as എന്ന് പറഞ്ഞാൽ and എന്നുള്ളതിന്റെ മറ്റൊരു ഫോമാണ്. The headmaster as well as the teachers. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു സിംഗുലർ വെർബ് ആയിരിക്കണം. The headmaster as well as the teachers is absent. Are absent എന്ന് ഉപയോഗിക്കരുത്. നമ്മളെല്ലാവരും തെറ്റാണെന്ന് തോന്നുന്നു ഈ വാക്യം കേൾക്കുമ്പോൾ. കാരണം ടീച്ചേഴ്സ് എന്ന ആ സബ്ജക്റ്റിന് ശേഷം നമ്മൾ ആറല്ലേ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ആസ് വെൽ ആസിന്റെ പ്രയോഗത്തില് ഉള്ളൊരു പ്രത്യേകത ഇതാണ്. ആസ് വെൽ ആസിന് തൊട്ടു മുമ്പുള്ള സബ്ജക്റ്റ് ഏതാണോ അത് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അതിനെ തുടർന്ന് വരുന്ന ഈ വാക്യം തിരിച്ചെന്ന് പറയട്ടെ. The teachers as well as the headmaster. The teachers as well as the headmaster. അവിടെ are absent എന്ന് എഴുതിക്കൊള്ളണം. ഇതാണ് നിയമം. അപ്പൊ ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ് വെൽ ആസ് എവിടെയാണോ കാണുന്നത് അതിന് മുൻപുള്ള സബ്ജക്റ്റ് നോക്കാം. ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പിന്നീട് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് നിയമം. അപ്പോ അടുത്ത ഒരു സെന്റൻസ് ഇവിടെ വായിക്കാം. അതിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്കൊരിക്കലും സെന്റൻസ് കറക്ഷൻ അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്നാണ് അതിന് പറയുന്നത് സാധ്യമായിരിക്കില്ല. നോക്കാം. ജോൺ ഹാസ് സോൾഡ് ഹിസ് ഓൾഡ് ഫർണിച്ചേഴ്സ്. ജോൺ ഹാസ് സോൾഡ് ഹിസ് ഓൾഡ് ഫർണിച്ചേഴ്സ്. അവിടുത്തെ മിസ്റ്റേക്ക് ഏതായിരിക്കും? ഫർണിച്ചേഴ്സ്. ഫർണിച്ചേഴ്സ്. ഫർണിച്ചറിന്റെ പ്ലൂറലും സിംഗുലറും ഒക്കെ ഫർണിച്ചർ എന്ന് തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ അവിടെ എസഗ് എന്ന് പറഞ്ഞാൽ ഡി എന്ന ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത്. നോക്കാം. അടുത്ത ഒരു സെന്റൻസ് വായിക്കാം. നോക്കിയേ. One of my teachers. ഇത് 2 വർഷം മുമ്പുള്ള PSC എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണോ? One of my teachers live next door to my aunt. One of my teachers live next door. Next door എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് ഡോർ ടു മൈ ഓണ്ട്. എന്റെ ഓണ്ടിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് എന്റെ അധ്യാപകരിൽ ഒരാൾ താമസിക്കുന്നത്. വൺ ഓഫ് മൈ ടീച്ചേഴ്സ് പറഞ്ഞാൽ എന്റെ അധ്യാപകരിൽ ഒരാൾ. ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. വൺ ഓഫ് ദ എന്ന പ്രയോഗത്തിന് ശേഷം നൗൺ പ്ലൂറൽ ആയിരിക്കണം,
വെർബ് സിംഗുലർ ആയിരിക്കണം. ഈ വാക്യം നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റും? ലിവ്സ്. യെസ് ചൈതന്യ, you have said the right answer. So one of my teachers lives next door to my aunt. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ഒരു ക്വസ്റ്റൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. He as well as you. He as well as you are interested in computer programming. He as well as you is നെ പറയാവൂ. മനസ്സിലായില്ലേ? ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതാണ് ആസ് വെൽ ആസ് ആണോ പറയേണ്ടത്? പറയാം, നിങ്ങളുടെ സംശയം ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അത് പറയാം. കാരണം നമുക്ക് അടുത്തൊരു ഭാഗം കൂടി പറയണ്ടേ. ഇത് ധാരാളം ഉണ്ട്, നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കേണ്ട നിങ്ങൾക്കത് ക്ലിയർ ആവില്ല ഒരിക്കലും. നെക്സ്റ്റ് ഫ്രൈസൽ വർബ്സ് നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അതും പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Our Jawans would not dash to the enemies. ഇതും നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വുഡ് നോട്ട് കഴിഞ്ഞ ഡാഷ് എന്നുള്ളടത്ത് ചേർക്കേണ്ട ഫ്രൈസൽ വെർബ് ഏതാണ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ 4 ഫ്രൈസൽ വെർബിന്റെയും മീനിങ് അറിഞ്ഞിരിക്കണം. കുറച്ച് ഫ്രൈസൽ വെർബ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പൂർണ്ണമായിട്ടൊന്നുമില്ല, അത് പിന്നീട് പറയും. ഇവിടെ ഒന്ന് ഓപ്ഷൻ എ ഗിവ് ഇൻ. ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ വഴങ്ങുക. നിങ്ങൾ അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. പിന്നെ അടുത്താണ് ഗിവ് എവേ. ഗിവ് എവേ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന, ഗ്രാമ്യ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒന്നാണത്. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ അതിന് പല മീനിങ് ഉണ്ട്. ഒന്ന് രഹസ്യം പുറത്താക്കുക, പാരിതോഷികം നൽകുക, കൊടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക. മറ്റൊന്ന് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അല്ലേ? ദ ക്രൂവൽ മാൻ ഗവ് അപ്പ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ദ ക്രൂവൽ മാൻ അബാൻഡൻഡ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഗവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. മറ്റൊന്ന് ഗിവ് ഔട്ട്. ഗിവ് ഔട്ട് എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക. രഹസ്യമല്ല, എന്ത് കാര്യം വെളിപ്പെടുത്തുന്നതിനും നമുക്ക് ഗിവ് ഔട്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഏതായിരിക്കും? അവർ ജവാൻസ് വുഡ് നോട്ട് ഗിവ് ഇൻ ടു ദ എനിമീസ്. നമ്മുടെ ജവാന്മാര് ശത്രുക്കൾക്ക് വഴങ്ങിക്കൊടുത്തില്ല. ആ 4 മറ്റുള്ള 3 ഫ്രൈസൽ വെർബിന്റെയും മീനിങ് അറിയില്ല എങ്കിൽ എവിടെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. വാക്യം ശ്രദ്ധിക്കുക. ദോ ഹി റെഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ്. ദോ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിലും. ദോ ഒരു വാക്യത്തിന്റെ ആദ്യം ചേർത്താൽ എങ്കിലും എന്ന അർത്ഥമായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ നോക്കാം. ഹി റെഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ്. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ, നിരാകരിക്കുക. ഹി റെഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ്. അവൻ ആദ്യം നിരാകരിച്ചു എങ്കിലും. ദോ ഹി റെഫ്യൂസ്ഡ് അറ്റ് ഫസ്റ്റ്. ആദ്യം അവൻ നിരാകരിച്ചെങ്കിലും. ഹി ഡാഷ് ഇൻ ദ എൻഡ്. ഹി ഡാഷ് ഇൻ ദ എൻഡ്. അവസാനം അവൻ അവന്റെ അഭിപ്രായം മാറ്റി. ഇവിടെ ആ ഡാഷ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എന്ത് ചേർക്കും? 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 4ന്റെ മീനിങ് അറിയണം. ഒന്ന് കെയിം അപ്പ്. കം അപ്പ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നർത്ഥമുണ്ട്. മറ്റൊന്ന് പരിഗണനയ്ക്ക് വരിക. The application came up in the meeting. Next, come around.
കം അറൗണ്ട് എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ആ ഫ്രൈസൽ വെർബിന്റെ അർത്ഥം. അല്ലെങ്കിൽ ചേഞ്ച് ടു അനദേഴ്സ് ഒപ്പീനിയൻ, അഭിപ്രായം മാറ്റുക. ഓപ്ഷൻ സി കെയിം ഔട്ട്. കെയിം ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ കേൾക്കുമ്പോൾ നമ്മൾ പറയും പുറത്തേക്ക് വന്നു എന്നാണ്. ബട്ട് കെയിം ഔട്ട് എന്ന ആ പ്രൊപ്പോസിഷണൽ ഫ്രൈസ് അല്ലെങ്കിൽ ഫ്രൈസൽ വെർബിന്റെ ശരിയായ മീനിങ് അപ്പിയർ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക, ഉദിക്കുക എന്നൊക്കെയാണ്. ഓപ്ഷൻ ഡി കെയിം എവേ. കം അവേ എന്ന് പറഞ്ഞാൽ വിട്ടുപോരുക അല്ലെങ്കിൽ ഊരിപ്പോരുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. The clock came away from the wall. The clock came away from the wall എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക് ഭിത്തിയിൽ നിന്ന് ഊരിപ്പോന്നു അല്ലെങ്കിൽ വിട്ടുപോന്നു. കെയിം അവേ എന്ന് പറഞ്ഞാൽ മീനിങ് അതാണ്. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? Though he refused at first, he came around in the end. Came around. എന്റെ മീനിങ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾ ആദ്യം നിരാകരിച്ചെങ്കിലും പിന്നെ അവസാനം അയാളുടെ അഭിപ്രായം മാറ്റി അയാൾ യോജിച്ചു. ഓക്കെ, അടുത്ത ഒന്നാണ് came around. Next one, children can usually dash their parents. Children can usually dash their parents. അതായത് കുട്ടികള് സാധാരണയായി അച്ഛനമ്മമാരുടെ ചുറ്റും കൂടാറുണ്ട്. അപ്പൊ ചുറ്റും കൂടുക എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു ഫ്രൈസൽ വെർബാണ് നമുക്ക് നീ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി തന്നിട്ടുള്ള ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ഗെറ്റ് ഓവർ. ഒന്നാമത്തെ ഓപ്ഷനിലാണ് ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ രോഗവിമുക്തി നേടുക. ആ ഫ്രൈസൽ വെർബ് അല്ല ഇവിടെ. നമുക്ക് മീനിങ് മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും. മറ്റൊന്ന് ഗെറ്റ് ത്രൂ, THROUGH. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക അല്ലെങ്കിൽ വിജയിക്കുക. നെക്സ്റ്റ് ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ എന്നാൽ പുരോഗമിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും കൂടുക, ഒഴിഞ്ഞു മാറുക. പിന്നെ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അതായത് മാറി മാറി സഞ്ചരിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് ശരി. ഓപ്ഷൻ ഡി എടുത്തിട്ട് നിങ്ങൾ വാക്യം ചേർത്ത് വായിച്ചു നോക്കണം. അപ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാവുന്നത്. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഗെറ്റ് അറൗണ്ട് ദർ പാരന്റ്സ്. രണ്ടെണ്ണം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ സംശയങ്ങളിലേക്ക് ഇടകാം. നോക്കാം. ഐ കുഡ് സ്കേഴ്സ്ലി ഡാഷ് ഹിസ് റൈറ്റിംഗ്. ഐ കുഡ് സ്കേഴ്സ്ലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, നത്തിങ് ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു വാക്യത്തിൽ വന്നാൽ ആ വാക്യം നെഗറ്റീവായിട്ട് മാറും അല്ലെ. അപ്പൊ ഇവിടെ ഐ കുഡ് സ്കേഴ്സ്ലി ഡാഷ് ഹിസ് റൈറ്റിംഗ്, എനിക്ക് അവന്റെ എഴുത്ത് തീരെ എനിക്ക് തീരെ വ്യക്തമായില്ല. അവിടെ നമ്മള് വ്യക്തമാവുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസൽ വെർബാണ് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്, മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് മീൻസ് ബിക്കം ക്ലിയർ, വ്യക്തമാവുക അല്ലെ വ്യക്തമാക്കുക. അപ്പൊ ഈ വാക്യത്തിൽ മേക്ക് ഔട്ട് ആണ് ശരിയായ ഓപ്ഷൻ. ഐ കുഡ് സ്കേഴ്സ്ലി മേക്ക് ഔട്ട് ഹിസ് റൈറ്റിംഗ്. ബാക്കി രണ്ട് കൂടി ഉണ്ട്. ഒന്ന് മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക. മറ്റൊന്ന് മേക്ക് ഓഫ്. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ തിങ്ക് ഓഫ്, ചിന്തിക്കുക. നെക്സ്റ്റ് മേക്ക് അപ്പ് ഫോർ. മേക്ക് അപ്പ് ഫോർ. മേക്ക് അപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം നൽകുക. Then the last one ഇതാണ്, she often dash with her husband. She
ഓഫൺ ഡാഷ് വിത്ത് ഹെർ ഹസ്ബൻഡ്. അവൾ പലപ്പോഴും ഭർത്താവുമായി വഴക്കിടാറുണ്ട്. അപ്പൊ വഴക്കിടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസൽ വെർബാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ വായിക്കാൻ, മീനിങ് പറയാൻ ഞാൻ. ഒന്ന്, ഫാൾ ത്രൂ, FALL. ഫാൾ ത്രൂ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക അല്ലെങ്കിൽ അലസിപ്പോവുക എന്നാണ് അതിന്റെ അർത്ഥം. ഓപ്ഷൻ ബി, ഫാൾ ഓഫ്, OFF. ഫാൾ ഓഫ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക. ഫാൾ ഇൻ, ഫാൾ ഇൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫ്രൈസൽ വെർബാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. അതായത് പട്ടാള പരിശീലനത്തിന് നമ്മൾ ഹാജരാകുന്നതിനെയാണ് ഫാൾ ഇൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ഫാൾ ഔട്ട്. ഫാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ക്വാറൽ, വഴക്കിടുക. ഇവിടുത്തെ ഏതായിരിക്കും ഫാൾ ഔട്ട്? ഫാൾസ് ഔട്ട് എന്ന് എഴുതണം, കാരണം ഷീ ആണ് സബ്ജക്ട്. വെർബ് ഫാൾസ് എന്നാക്കി മാറ്റണം. ഫാൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ധാരാളം ഫ്രൈസൽ വെർബ് ഉണ്ട്. ഫാൾ അബൌട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഫാൾ അബൌട്ട്. ഫാൾ അബൌട്ട് എന്ന് പറഞ്ഞാൽ ചിരി പൊട്ടുക, ചിരിച്ച് മണ്ണ് കപ്പുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഫാൾ അപ്പാർട്ട്. ഫാൾ അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ തകർന്നടിയുക, അല്ലേ? പിന്നെ ഫാൾ അവേ, അപ്രത്യക്ഷമാവുക. ഫാൾ ബാക്ക് എന്ന് പറഞ്ഞാൽ പിൻവലിയുക അല്ലെങ്കിൽ അവലംബിക്കുക എന്നൊക്കെ അതിന് മീനിങ്. ഫാൾ ഫ്ലാറ്റ്. ഫാൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഫലം കിട്ടാതെ പോവുക. അല്ല, ഞാൻ ഫാൾ പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട ചില ഫ്രൈസൽ വെർബ്സ് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പോ ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ഇവിടെ മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലേ? മ്യൂട്ട് ചെയ്തിട്ടില്ല. എനി ഡൗട്ട്സ്? നേരത്തെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനുള്ള സമയം ഇപ്പോഴാണ്. സാർ, ഞങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം ചോദിച്ചായിരുന്നോ?